നിങ്ങൾ കേൾക്കുന്നത് വായുപുത്രന്മാരുടെ ശപഥം ചരിത്ര നോവൽ. രചിച്ചത് അമീഷ്. വിവർത്തനം രാജൻ തുവാര. ശബ്ദം നൽകിയത് നിഖിൽ പി വി. സുഹൃത്തിന്റെ മടക്കം. തുടക്കത്തിനു മുൻപ് രക്തം വെള്ളത്തിലേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. സാവധാനം അത് ആ വെള്ളത്തൊട്ടിയുടെ അരികുകളിലേക്ക് വ്യാപിച്ചു. തന്റെ പ്രതിബിംബം വികലമായി പോകുന്നത് നിരീക്ഷിച്ചുകൊണ്ട് ശിവൻ ആ തൊട്ടിയിലേക്ക് കുനിഞ്ഞു നിന്നു. വെള്ളത്തിൽ കൈമുക്കി അതിൽ നിന്ന് കുറച്ചു വെള്ളം മുഖത്തൊഴിച്ച് തന്റെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്ന ചോര അവൻ കഴുകിക്കളഞ്ഞു. ഗുണഗോത്രത്തിന്റെ മേധാവിയായി അടുത്തിടെ നിയമിക്കപ്പെട്ടതോടെ ശിവനിപ്പോൾ മാനസ സരോവരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്നും വളരെ അകലെയുള്ള മലയോര ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അതിവേഗം സഞ്ചരിച്ചിട്ടും അവിടെ എത്തിച്ചേരുവാൻ ആ ഗോത്രവർഗത്തിന് 3 ആഴ്ച വേണ്ടിവന്നു. അസ്ഥി പോലും മരവിക്കുന്ന തണുപ്പായിരുന്നു അവിടെ. ശിവൻ അതൊന്നും വകവച്ചില്ല. പക്രതികളുടെ വീടുകളെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ഭീമൻ അഗ്നിജ്വാലകളിൽ നിന്നും വമിച്ചുകൊണ്ടിരുന്ന ചൂടുകൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിയുടെ താപം കൊണ്ടായിരുന്നു അവൻ അങ്ങനെ കുതിച്ചു പാഞ്ഞത്. കണ്ണു തുടച്ച് ജലപ്പരപ്പിൽ കണ്ട തന്റെ പ്രതിബിംബത്തിനു നേർക്ക് ശിവൻ തുറിച്ചു നോക്കി. കലർപ്പില്ലാത്ത രോഷം അവനെ വരിഞ്ഞു മുറുക്കി. പക്രതികളുടെ നേതാവ് യാക്കിയ രക്ഷപ്പെട്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് പതുക്കെ മുക്തി നേടിക്കൊണ്ടിരുന്ന ശിവൻ ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ചു. വെള്ളത്തിനടിയിൽ തന്റെ അമ്മാവൻ മനോബുവിന്റെ രക്തത്തിൽ കുളിച്ച ശവശരീരം കണ്ടുവെന്ന് ശിവന് തോന്നി. വെള്ളത്തിൽ കൈയാഴ്ത്തി ആ മുഖമെത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വിളിച്ചു, "അമ്മാവാ!" മരീചിക മാഞ്ഞു. ശിവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അമ്മാവന്റെ ശവശരീരം കണ്ട ആ ഭയങ്കര നിമിഷം അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. പക്രതികൾക്കും ഗുണന്മാർക്കുമിടയിൽ നിലനിന്നിരുന്ന നിലയ്ക്കാത്ത യുദ്ധക്കൊതി അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ യാക്കിയയുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് പോയതായിരുന്നു മനോബു. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വന്നില്ലെന്ന് കണ്ടപ്പോൾ ശിവൻ അദ്ദേഹത്തെ കണ്ടെത്തുവാനായി ആളുകളെ അയച്ചു. പക്രതികളുടെ ഗ്രാമത്തിലേക്കുള്ള വഴിയിലൊരിടത്ത് ആളുകളെ തെളിച്ചു കൊണ്ടുപോകാറുള്ള വഴിയിൽ മനോബുവിന്റെ ഛിന്നഭിന്നമാക്കപ്പെട്ട ശരീരത്തോടൊപ്പം അംഗരക്ഷകരുടെ ശവശരീരങ്ങൾ അവർ കണ്ടെത്തി. മനോബു മരിച്ചു വീണ ആ സ്ഥലത്തിന് തൊട്ടടുത്തുണ്ടായിരുന്ന പാറയിൽ ചോര കൊണ്ട് ഇങ്ങനെ എഴുതിവച്ചിരുന്നു: "ശിവ, നീ അവർക്ക് മാപ്പു കൊടുക്കുക, അവരെ മറന്നേക്കുക. തിന്മ മാത്രമാണ് നിന്റെ യഥാർത്ഥ ശത്രു." അമ്മാവൻ സമാധാനം മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. ആ സമാധാന ശ്രമത്തിന് അങ്ങനെയാണ് അവർ അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയത്. യാക്കിയെവിടെ? ഭദ്രന്റെ അലർച്ച ശിവന്റെ ചിന്തയുടെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞു. ശിവൻ തിരിഞ്ഞു നോക്കി. പക്രതി ഗ്രാമം അപ്പാടെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വെളിമ്പ്രദേശത്ത് ഏതാണ്ട് 30ഓളം ശവശരീരങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. തങ്ങളുടെ പഴയ മൂപ്പന്റെ വധത്തിനുള്ള പ്രതികാരമായി ഗുണന്മാർ നിഷ്ഠൂരമായി വെട്ടിവീഴ്ത്തിയതായിരുന്നു അവരെ. ഒരൊറ്റ ചരടുകൊണ്ട് വരിവരിയായി കൂട്ടിക്കെട്ടപ്പെട്ട നിലയിൽ 5 പക്രതി സൈനികർ തറയിൽ മുട്ടുകുത്തി നിൽപ്പുണ്ടായിരുന്നു. ആ ചരടിന്റെ 2 അറ്റവും തറയിൽ അടിച്ചു കയറ്റിയ ഓരോ കുറ്റിയിലും കെട്ടിയിരുന്നു. ചോരപ്പുരണ്ട വാളുമായി ഉഗ്രരൂപിയായ ഭദ്രൻ 20 സൈനികരുമായി അങ്ങോട്ട് നീങ്ങി. പക്രതികൾക്ക് ഇനി രക്ഷപ്പെടുക അസാധ്യമായിരുന്നു. കുറച്ചകലെയായി ഗുണസൈനികർ ബന്ധിതരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും കാവൽ നിന്നു. അതുവരെ അവർ അവരെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു. ഗുണന്മാർ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ല, ഒരിക്കലും. യാക്കിയെവിടെ? ഒരു പക്രതിക്ക് നേരെ വാളോങ്ങി ഭദ്രൻ ആ ചോദ്യം ആവർത്തിച്ചു. "ഞങ്ങൾക്കറിയില്ല," പക്രതി മറുപടി പറഞ്ഞു. "സത്യമായിട്ടും?" ആ പക്രതിയുടെ നെഞ്ചിൽ വാൾ കൊണ്ട് കുത്തി ചോര പൊടിച്ച് ഭദ്രൻ ആക്രോശിച്ചു. "ഇതിനുത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് ലഭിക്കും. ഞങ്ങൾക്ക് വേണ്ടത് യാക്കിയെയാണ്. മനോബുവിനെ കൊന്നതിന് അവൻ വലിയ വില കൊടുക്കേണ്ടിവരും. മലദൈവങ്ങളെ പിടിച്ച് ആണയിടാം. ഞങ്ങൾ മനോബുവിനെ കൊന്നിട്ടില്ല. ഞങ്ങൾ അയാളെ കൊന്നിട്ടില്ല." ഭദ്രൻ ആ പക്രതിയെ ആഞ്ഞു തൊഴിച്ചു. "എന്നോട് നുണ പറയുന്നടാ തെണ്ടി." ശിവനപ്പോൾ വെളിമ്പ്രദേശത്തിനപ്പുറത്തുള്ള കാടിനകം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Sample complete. Ready to continue?